ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യോർ ഓൺലൈൻ ടീച്ചർ. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് +2 എക്കണോമിക്സിൽ എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന എന്നാൽ വളരെ എളുപ്പവും നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാനും കൂടി പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. 5 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് പഠിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ പിള്ളേരെന്തോ അത് ബുദ്ധിമുട്ടാണെന്ന് കരുതി സ്കിപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതേപോലെ പല രീതിയിലുള്ള ക്ലാസ്സുകളും നിങ്ങൾ മനസ്സിലാക്കി തരുന്ന ക്ലാസ്സുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വെച്ച് പഠിച്ച് വരുന്ന ക്രിസ്മസ് എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ വാരിയർ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തോളും. ക്രിസ്മസ് എക്സാം നമുക്ക് അടിപൊളിയാക്കാം. പിന്നത്തെ കാര്യം ആലോചിച്ചാൽ മതിയല്ലോ അല്ലേ. നമുക്ക് ക്രിസ്മസ് എക്സാം പൊളിക്കാം. ഓക്കെ, അപ്പോൾ നോക്കാം. അതിലൊരു ക്വസ്റ്റ്യൻ ആണ് ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഇൻകം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇക്വിലിബ്രിയം ഇൻകം കാണാനുള്ള ഇക്വേഷൻ ആദ്യം എഴുതി വെക്കുക. ഇക്വിലിബ്രിയം ഇൻകം കാണാനുള്ള ഇക്വേഷൻ y star is equal to c bar plus i bar divided by 1 minus c ആണ്. സി ബാർ ഇതാ ഈ കിടക്കുന്നതാണ്. സി ഈക്വൽ 125 പ്ലസ് 0.85 എന്നതിന് സി ഈക്വൽ സി ബാർ പ്ലസ് സി വൈ എന്നുള്ള ഫോമാണത്. അപ്പോൾ ഇതാണ് സി ബാർ 125. ഐ ബാർ എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതാ തന്നിട്ടുണ്ട് 80 ഡിവൈഡഡ് ബൈ 1 മൈനസ് സി അല്ലേ. 1 മൈനസ് സി എന്ന് പറഞ്ഞാൽ മൈനസ് സി ഇവിടെ വരുന്നത്. അതായത് 125 പ്ലസ് 0.85 എന്ന് എഴുതിയിട്ടില്ലേ സി ഈക്വൽ, അത് ഈ ഒരു ഫോമിൽ വെക്കുന്നത് സി ഈക്വൽ സി ബാർ പ്ലസ് സി വൈ എന്ന ഫോമാണ്. സി ബാർ അപ്പോൾ 125 ഇങ്ങോട്ട് എഴുതി, സീൻ്റെ നേരെ 0.8 അല്ലേ, ഇപ്പോൾ 0.8. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 125 പ്ലസ് 80 205 ഡിവൈഡഡ് ബൈ 0.2. അപ്പോൾ നമുക്ക് 1025 കിട്ടും ഇക്വിലിബ്രിയം. സിമ്പിളാണ്, പെട്ടെന്ന് പരിപാടി. ഇനി 3-4 മാർക്കോ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, പിന്നെ നമ്മളോട് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അഗ്രിഗേറ്റഡ് ഡിമാൻഡ് കർവിൻ്റെ ഇക്വേഷനും അത് വെച്ചിട്ട് ഇക്വിലിബ്രിയം ഇൻകം കാണാൻ വേണ്ടിയിട്ടും. അഗ്രിഗേറ്റഡ് ഡിമാൻഡ് കർവിൻ്റെ ഇക്വേഷൻ വരുന്നത് സി ബാർ പ്ലസ് ഐ ബാർ പ്ലസ് സി വൈ എന്നുള്ളതാണ്. അത് വെച്ചിട്ട് നമ്മളോട് ഇക്വിലിബ്രിയം ഇൻകം പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞാൽ അതിന് ഗ്രാഫ് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ, ഇവിടെയാണ് നമ്മൾ അഗ്രിഗേറ്റഡ് ഡിമാൻഡും അഗ്രിഗേറ്റഡ് സപ്ലൈയും കാണിക്കുക. ഇവിടെയാണ് നമ്മൾ ഇൻകം കാണിക്കുന്നത്. ദെൻ ഇവിടെ 0. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ചെരിച്ച് ഈ ഒരു ചെരിവിലെ ഒരു 45 ഡിഗ്രി അളക്കൊന്നും വേണ്ട, ചെരിവിൽ ഒരു ലൈൻ വരച്ചാൽ അത് അഗ്രിഗേറ്റ് സപ്ലൈ ആയി. ഇങ്ങനെ ചരിച്ച് ഒരു ലൈൻ വരച്ചാൽ അത് അഗ്രിഗേറ്റഡ് ഡിമാൻഡായി. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് താഴേക്ക് വരച്ചാൽ നമുക്ക് ഇക്വിലിബ്രിയം ഇൻകം കിട്ടി. ഇത് ഇക്വിലിബ്രിയം. എന്നിട്ട് ജസ്റ്റ് ഇവിടെ ഇക്വിലിബ്രിയം ഇൻകത്തിൻ്റെ ഇക്വേഷൻ കൂടി എഴുതിയേക്കാം. സി ബാർ പ്ലസ് ഐ ബാർ ബൈ 1 മൈനസ് സി. സിമ്പിളാണ് കേട്ടോ, അത് ചോദിക്കും. പിന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന് ഇക്വേഷൻ ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു P0 ബൈ Q0 ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി. ഇക്വേഷൻ കണ്ട് പേടിക്കൊന്നും വേണ്ട. ഡെൽറ്റ ക്യൂ എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റിയിൽ വന്ന മാറ്റം, ദാറ്റ് ഈസ് Q1 മൈനസ് Q0. ഡെൽറ്റ പി എന്ന് വെച്ചാൽ പിയിൽ പ്രൈസിൽ വന്ന മാറ്റം, P1 മൈനസ് P0. ആദ്യം കാണുന്ന ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അതിന് Q0 ഇടാം. ഇപ്പോൾ നോക്കി 20 ആദ്യം കാണുന്ന പ്രൈസ് അതിന് P0, ആദ്യം കാണുന്ന ക്വാണ്ടിറ്റി 15 അല്ലേ അതിന് Q0, പിന്നെ കാണുന്ന പ്രൈസിന് P1, പിന്നെ കാണുന്ന ക്വാണ്ടിറ്റിക്ക് Q1. അത് ആദ്യമേ ചെയ്ത് വെച്ചേക്ക്, എന്നിട്ട് വായിച്ചാൽ മതിനേ. നോക്കിയേ, പ്രൈസ് ഓഫ് ഓറഞ്ച് 20 ആണ്, അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് 15 ആണ്. പ്രൈസ് 30 ആയപ്പോൾ അതിൻ്റെ ഡിമാൻഡ് 10 ആണ്. ഇലാസ്റ്റിസിറ്റി കാണും. അപ്പോൾ P0യും P1ഉം Q0യും Q1ഉം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. Q1 എത്രയാ? 10 മൈനസ് Q0 15, അപ്പോൾ -5 കിട്ടി. ഡെൽറ്റ ക്യൂ കിട്ടി. പിന്നെ ഡെൽറ്റ പി കാരണം P1 മൈനസ് P0. P1 എത്രയാണ്? 30. P0 എത്രയാണ്? 20. അപ്പോൾ 10 കിട്ടി. ഇനിയിപ്പോൾ ഈ ഇക്വേഷനിലേക്ക് ഇട്ടാൽ പോരെ. P0 എന്ന് പറയുന്നത് എത്രയാണ്? P0 എന്ന് പറയുന്നത് 20 ആണ്. 20 ബൈ Q0 15 ആണ് ഇൻറ്റു ഡെൽറ്റ ക്യൂ നമ്മൾ കണ്ടുപിടിച്ചത് -5 ആണ്. ഡെൽറ്റ പി കണ്ടുപിടിച്ചത് 10 ആണ്. അപ്പോൾ എത്ര കിട്ടും? -100 ഡിവൈഡഡ് ബൈ 150. സോ 100 ഡിവൈഡഡ് ബൈ 150 ചെയ്യുമ്പോൾ -0.66 കിട്ടും. ഇതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ, ദെൻ അടുത്തൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി കാണാം. അത് ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതും എപ്പോഴും എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ആയിരിക്കും തന്നിട്ടുണ്ടാകുക. ഇത് കണ്ട് പേടിക്കും, പിള്ളേർ പേടിക്കും, എഴുതില്ല. പക്ഷെ ഭയങ്കര എളുപ്പം. അത് നോക്കിയേ, നമുക്ക് ഇത് മതി. QD ഈക്വൽ 40 മൈനസ് 5P എന്ന് പറയുന്നതും QS ഈക്വൽ 5 പ്ലസ് P എന്ന് പറയുന്ന ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് മതി.
നമ്മളിതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അറ്റ് ഈക്വിലിബ്രിയം. ഈക്വിലിബ്രിയത്തിൻ്റെ പ്രത്യേകത എന്താ? അറ്റ് ഈക്വിലിബ്രിയം QD ഈക്വൽ QS, അതായത് ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആണ്. അതായത് 40 - 5P അതാണ് ഡിമാൻഡിൻ്റെ ഇക്വേഷൻ. QD എന്ന് വെച്ചാൽ ഡിമാൻഡാണ്, അത് ഈസ് ഈക്വൽ ടു QS അല്ല. അപ്പോൾ QSൻ്റെ ഇക്വേഷൻ എന്താ? 5 + P. ഇത് രണ്ട് ഈക്വൽ ആണെന്നാണ് നമ്മൾ പറയുന്നത്. ഇനി എന്ത് ചെയ്യാം? നമ്പറിനെയൊക്കെ അടുത്ത് നിർത്താം, ലെറ്ററിനെയൊക്കെ വേറെ സ്ഥലത്ത് നിർത്താം. അപ്പോൾ ഈ നമ്പറിന് ഈ 40 നമുക്ക് എങ്ങോട്ടും ഉണ്ടാവും, ഇങ്ങോട്ടും ഉണ്ടാവും. ദെൻ ഈ കിടക്കുന്ന അപ്പോൾ 40 അങ്ങോട്ട് പോയി. അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? -5P. ദെൻ ഇവിടെ കിടക്കുന്ന Pനെ നമുക്ക് ഇങ്ങോട്ടും കൊണ്ടുവരാം. ഇവിടെ കിടക്കുന്ന പോസിറ്റീവ് P ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? -P ആവും. സോ -P ഈസ് ഈക്വൽ ടു ഈ 40 ഇങ്ങോട്ട് പോയില്ല, അവിടെ ഓൾറെഡി ഒരു 5 ഉണ്ട്. ഇവിടുത്തെ ഒരു 40 അങ്ങോട്ട് പോയപ്പോൾ -40 ആയി. ഒന്നുകൂടി പറയാം, 40 ഇത്ര ചെയ്തോളൂ. 40 അങ്ങോട്ട് പോയി, അവിടുത്തെ P ഇങ്ങോട്ട് വന്നു. അപ്പോൾ -5P ഓൾറെഡി ഇവിടെ ഉണ്ട്, അവിടുത്തെ P ഇങ്ങോട്ട് വന്നപ്പോൾ പോസിറ്റീവ് ആയിരുന്ന P ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ നെഗറ്റീവ് ആകും. അപ്പോൾ -P ആയി. ദെൻ അവിടെ ഓൾറെഡി ഒരു 5 ഉണ്ട്, ഇവിടുത്തെ 40 അങ്ങോട്ട് പോയപ്പോൾ -40 ആയി. അപ്പോൾ -5P -P എന്ന് വെച്ചാൽ -P എന്ന് വെച്ചാൽ 1P എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ മൈനസും വരുമ്പോൾ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. അപ്പോൾ -6P ഈസ് ഈക്വൽ ടു 5 - 40 എത്രയാണ്? 35 ആണ്. ദെയർഫോർ ഒരു P 6P എന്ന് പറഞ്ഞാൽ മൈനസ് അടയ്ക്കണോട്ടെ, അത് നോക്കണ്ട, നമുക്കത് ആവശ്യമില്ല. 6P എന്ന് പറയുന്നത് 35 ആണ്. അപ്പോൾ ഒരു P എത്രയാണ്? 35/6. 35/6 എന്ന് പറയുമ്പോൾ 5.833 വരും. ഇതാണ് പ്രൈസ്, അതായത് ഇക്വിലിബ്രിയം പ്രൈസ് കാണാൻ പറഞ്ഞു, അതാണ് 5.833. ഇനി ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കാണും. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കാണാൻ സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ, ഇന്ന ഇക്വേഷൻ ഒന്നുമില്ല, ഏതെങ്കിലും ഈ തന്നിട്ടുള്ള QDയോ QSോ, ഇപ്പോൾ QS എടുക്കാം. 5 + P എന്ന് നമുക്ക് കിട്ടിയല്ലോ, അതിൽ ആ Pൻ്റെ സ്ഥാനത്ത് 5 + ഈ കിട്ടിയ P ഇട്ടാൽ മതി. 5.833. അപ്പോൾ എന്ത് കിട്ടും? 10.833 കിട്ടും. അതാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. കണ്ടോ, സിമ്പിളാണ്, അതും പഠിക്കാം. GDP ഡിഫ്ലേറ്റർ കാണാൻ വേണ്ടിയിട്ട്, GDP ഡിഫ്ലേറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? GDP ഡിഫ്ലേറ്റർ ഈസ് ഈക്വൽ ടു GDP അറ്റ് കറണ്ട് പ്രൈസ് ഡിവൈഡഡ് ബൈ GDP അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസ് ഇൻറ്റു 100. കറണ്ട് പ്രൈസ് 1500, കോൺസ്റ്റൻറ്റ് പ്രൈസ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 1300 ഇൻറ്റു 100. അപ്പോൾ എത്ര വരും? ഇൻറ്റു 100 കൂടി ചെയ്യുമ്പോൾ 115.38% കേട്ടോ, അങ്ങനെ കിട്ടും. ഇനി വാട്ട് ഡസ് ഇറ്റ് മീൻ എന്ന് കൂടി നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഡസ് ഇറ്റ് മീൻ, ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ 115.38% നിന്ന് 100% കുറയ്ക്കുക, 100 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 15.38 കിട്ടും. അപ്പോൾ ഇവിടെ അർത്ഥമാകുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെ സാധനങ്ങളുടെ വിലയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വർഷം സാധനങ്ങളുടെ വില 15.38% ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇതാണ് ഇത് അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇത് മേ ബി ചിലർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, ഇതിനൊരു ബേസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ബേസ് മുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ മതിയിട്ട്, അവിടെ ബേസ് മുതൽ നമ്മൾ പഠിപ്പിക്കുക. സോ ധൈര്യമായിട്ട് അഡ്മിഷൻ എടുത്തോളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു.